സിദ്ധു റിമാൻഡിലായി കഴിഞ്ഞു. തെളിവുകൾ മുഴുവൻ ഇപ്പൊ സിദ്ധുവിനെതിരാണ്. എന്നിട്ടും കുറ്റം ചെയ്ത സിദ്ധു ആണെന്ന് വരുത്താൻ എന്തിനവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്? അതിനൊരു കാരണം വേണ്ടേ? അത് ശരിയാ, അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ പോലെ അവൻ പെരുമാറുന്നത്. ജാമ്യം കിട്ടി സിദ്ധു പുറത്തു വരുമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നാറ്റിക്കലാണെങ്കിലും അവന്റെ ലക്ഷ്യം. അതല്ല അച്ഛാ, അങ്ങനെയല്ല. അതിന്റെ പിന്നില് വ്യക്തമായൊരു പ്ലാനുണ്ട്. സിദ്ധു അല്ല വണ്ടി ഓടിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ആ വണ്ടി ആ സമയത്ത് CCTVയിൽ വന്നിട്ടുമുണ്ട്. അതിനർത്ഥം സിദ്ധു അറിയാതെ മറ്റാരോ ആ വണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലേ? അതാരാണെന്ന് കണ്ടുപിടിക്കണ്ടേ അച്ഛാ? ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ശരത്തിന് പെറ്റമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാ മരിച്ചതുപോലെ ഇപ്പോൾ ആശുപത്രി കിടക്കുന്നത്. ഏതൊരു മകനും പതറിപ്പോകുന്ന നിമിഷം അത്. എന്നിട്ടും അതിലല്ല അവന്റെ ശ്രദ്ധ. കള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ച് സിദ്ധുവിനെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാന്നുള്ളതാ. അങ്ങനെ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ അപകടത്തിന്റെ യാഥാർത്ഥ്യം പുറത്ത് വരരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ? അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? സത്യം അവൻ അറിയാവുന്നോണ്ടായിരിക്കില്ല അച്ഛാ. എങ്കിലത് കണ്ടുപിടിക്കണ്ടേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതെ മോളെ, അത് തന്നെ ചെയ്യണ്ടേ. അപ്പോ അപകടത്തിന് പിന്നിലെ രഹസ്യം ശരത്തിനറിയാം. അതെന്താണെന്നുള്ളത് അവന്റെ മനസ്സ് തുറന്ന് കണ്ടുപിടിക്കണം. ഇനിയുള്ള എന്റെ ശ്രമം അതിനു വേണ്ടിയായിരിക്കും.